ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് തട്ടിക്കൂട്ടിയൊരു മുട്ടച്ചോറ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, മല്ലിയില, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ 3 മുട്ട നമുക്ക് വേണം, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം മുട്ട ചിക്കിയെടുക്കാം. നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ നമുക്ക് ഇടണം. മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി വേണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം.
ഞാൻ മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചൂടാവണം ചോറ്. ഇപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് മുട്ടച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിൽ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എരിയോ ഉപ്പോ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, കുരുമുളക് ചേർക്കാം. കഴിച്ച് നോക്കിയാലോ? ഇതെങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ബൈ.